നമുക്ക് ശക്തമായ വാദമുഖങ്ങളാണ് പ്രതിഭാഗത്തിന് വേണ്ടി ഇന്ന് വേടന്റെ കേസിൽ ഹൈക്കോടതിയിൽ അവരുടെ അഭിഭാഷക ടീം അവതരിപ്പിച്ചത്. ഈ ലൈംഗിക ആരോപണങ്ങൾ അത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ളതായിരുന്നു, കൺസെൻഷ്വൽ സെക്സ് ആയിരുന്നു എന്ന രീതിയിലാണ് വാദങ്ങളുടെ മുന്നോട്ട് പോയത്. മാത്രമല്ല, ഈ പറയുന്ന സാമ്പത്തിക ആരോപണങ്ങളും മറ്റും ആയതൊന്നും അറിവുള്ളതല്ല. പ്രതിക്ക് അതിൽ യാതൊരു ഉത്തരവാദിത്തങ്ങളുമില്ല. അതെല്ലാം കളവായ രീതിയിൽ ഇദ്ദേഹത്തിന്റെ ശ്രേയസിനും പ്രശസ്തിക്കും കളങ്കം തട്ടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവരുന്ന ആരോപണങ്ങളാണ്. അതിനാൽ തന്നെ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യത്തിനുള്ള ഒരു അർഹതയുണ്ട്. സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ്, മറ്റെവിടേക്കും അദ്ദേഹം നിയമത്തിന്റെ കയ്യിൽ നിന്ന് ഓടിപ്പോകില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് വാദം പുരോഗമിക്കുന്നത്. ഇതിനിടയിലാണ് ഈ പരാതിക്കാരിയായ മെഡിക്കൽ പ്രൊഫഷണൽ ഒരു അഭിഭാഷക മുഖേന ഒരു പ്രത്യേക ഹർജി ഈ കേസിൽ കക്ഷി ചേരാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നു. അതിനോടനുബന്ധിച്ച് ഏതാനും രേഖകളും ഉണ്ടായിരുന്നു. പക്ഷെ ആ ഹർജി അനുവദിക്കാൻ മുന്നോട്ട് പോയ കോടതി ആ രേഖകൾ ഇന്ന് രജിസ്ട്രിയിൽ നിന്ന് എത്തുന്നതിന്റെ പ്രായോഗികത പരിഗണിച്ചുകൊണ്ട് കൂടുതൽ വിശദമായ വാദം കേൾക്കാൻ നാളത്തേക്ക് കേസ് വയ്ക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ എങ്ങനെയായിരിക്കും ഇനി നാളത്തെ ഒരു ദിവസം? കാരണം ഈ ഒരു രണ്ട് പരാതികളൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ജാമ്യം കിട്ടാനുള്ള ചാൻസസ് എങ്ങനെയാണ്? മറ്റു പരാതികൾ ഉണ്ട് എങ്കിൽ പോലും ഈ പ്രസ്തുത വിഷയത്തിൽ ഇദ്ദേഹത്തിന് മുൻകൂർ ജാമ്യത്തിന് അർഹതയുണ്ടോ എന്നതായിരിക്കും പരിഗണിക്കുക. മാത്രമല്ല, ഈ പറയുന്ന ഈ രണ്ട് വ്യക്തികൾ തമ്മിൽ വലിയ പരിചയമുണ്ടായിരിക്കും. അവരുടെ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക കാര്യങ്ങളാണ് അതിൽ നടന്നിട്ടുള്ളത് എന്ന് സ്ഥാപിക്കാൻ സാധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് അത് വിവാഹ വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണോ എന്ന ഒരു ചോദ്യമാണ്. അതിനെ വിവാഹ വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ് എന്ന് തെളിയിക്കാൻ ഈ സ്ത്രീക്കും അവരുടെ അഭിഭാഷകയ്ക്കും കഴിയുകയാണെങ്കിൽ ഈ ഒഫൻസ് നിൽക്കും. അങ്ങനെയാണെങ്കിൽ മുൻകൂർ ജാമ്യം ലഭിക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. മറ്റ് ഈ വിഷയങ്ങളിൽ ഉള്ള ആന്റിസിഡൻസും അദ്ദേഹത്തിന്റെ ക്രിമിനൽ പശ്ചാത്തലവും എല്ലാം പരിഗണിക്കും. ഇവിടെ മുൻപ് പുലിപ്പല്ലിന്റെ കേസിലും അല്ലെങ്കിൽ ഈ പറയുന്ന കഞ്ചാവ് സബ്സ്റ്റൻസ് ഉപയോഗിക്കുന്ന കേസുകളിലും ഒക്കെയാണ് കേസുകളുള്ളത്. ഈ പറയുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങളിലൊന്നും മുമ്പ് ശിക്ഷിക്കപ്പെട്ട വ്യക്തിയല്ല ഈ വേടൻ എന്നതുകൊണ്ട് തന്നെ ഇത് മറ്റൊരു വിഭാഗം ആരോപണങ്ങളാണ്. അപ്പോൾ ആ ആരോപണത്തിന് കഴമ്പുണ്ടെങ്കിൽ മാത്രമേ ആ ആന്റിസിപ്പേറ്ററി ബെയിൽ നിഷേധിക്കേണ്ടതുള്ളൂ. വേടന്റെ പേരിൽ മുൻപും കേസുകൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം, ആ പുലിപ്പല്ലി കേസുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള ഇങ്ങനെ ഒരു ഹിസ്റ്ററിയൊക്കെ ഉണ്ടായതിനാൽ തന്നെയും കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു താക്കീതോ അങ്ങനെ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ കിടക്കുമോ? കോടതിയുടെ ഭാഗത്തു നിന്നുള്ള താക്കീത് എന്ന രീതിയിലല്ല. ആന്റിസിപ്പേറ്ററി ബെയിൽ എന്ന് പറയുന്നത് കളങ്കപ്പെടുത്താവുന്ന ഒരു റെപ്യൂട്ടേഷൻ ഉള്ള ഒരു വ്യക്തിക്കെതിരെ കളവായ ആരോപണങ്ങൾ ഉയർത്തുകയാണെങ്കിൽ അയാൾക്ക് നേരിട്ട് അറസ്റ്റ് പോലുള്ള നടപടികളിൽ നിന്ന് അദ്ദേഹത്തെ വലിച്ചഴയ്ക്കുന്നതിലേക്കുള്ള ഒരു ഒഴികഴിവ് എന്ന നിലയിൽ ആവശ്യത്തിന് അത്യാവശ്യമുള്ള അറസ്റ്റ് ആണെങ്കിൽ അത് രേഖപ്പെടുത്താം. അത് പക്ഷെ പിടിച്ചു വലിച്ചഴക്കലോ പോയി ഓടിച്ചിട്ട് കൊണ്ടുവരലോ ഒന്നുമല്ല എന്ന രീതിയിലാണ് ഈ ആന്റിസിപ്പേറ്ററി ബെയിലെ പ്രായോഗികമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാദം പറയാനുള്ള ഒരു അവകാശം കൊടുക്കുക, അന്വേഷിക്കുന്ന ഏജൻസിയുടെ ഉദ്യോഗസ്ഥന്റെ മുമ്പിലേക്ക് എത്താനുള്ള സമയം സന്ദർഭം കൊടുക്കുക. അതാണ് ഇന്ത്യയിൽ ആന്റിസിപ്പേറ്ററി ബെയിലിന്റെ ഒരു മുൻഗണനാക്രമം എന്ന് പറയുന്നത്. അതിനുള്ള ഒരു ഫിറ്റ് കേസാണിത്. ബിക്കോസ് ഒരു റാപ്പർ, വലിയ സംഗീതജ്ഞൻ എന്ന രീതിയിൽ വലിയ പ്രശസ്തിയും പണവും സമൂഹത്തിൽ ആദരിക്കപ്പെടുന്ന വ്യക്തിത്വവും ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ കളവായ ആരോപണങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ രീതിയിലുള്ള നിയമവുമായി പൊരുത്തപ്പെട്ടു പോകുമെന്ന് ഉറപ്പ് കൊടുക്കുകയാണെങ്കിൽ ആന്റിസിപ്പേറ്ററി ബെയിൽ കൊടുക്കാനാണ് ഉള്ള അവസ്ഥയാണ് കൂടുതലായിട്ട് പരിശോധിക്കപ്പെടുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.